ഹേ ഗൈസ് മലബാറിന്റെ പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോൾഫിന്റെ ഒരു പ്രാങ്കിന്റെ ഒരു വീഡിയോയിലേക്കാണ്. എന്നിട്ട് പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോർണറിൽ പോയി നിൽക്കും. അതിൽ നമ്മൾ 4 റൗണ്ട് അവിടെ പോയി നിൽക്കും. ആ 4 റൗണ്ട് നമ്മൾ കംബാക്ക് എടുത്തിട്ടാണ് നമ്മൾ ചലഞ്ച് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുറേ കമൻറ്റ് ചെയ്ത ഒരാളെ പേരാണെന്ന് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ മല്ലു എന്നാണ് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലൊക്കെ ഉണ്ട്. അവന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കേസ് അപ്പം നേരെ ഞാൻ വീഡിയോക്ക് നമുക്ക് കടക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നേരെ പോയിട്ട് ആ ഷട്ടറിന്റെ ആ മുക്കിൽ പോയി നിൽക്കാട്ടാം. അപ്പൊ നേരെ പോയിട്ട് നമ്മളെ മുക്കിൽ പോയി നിന്നുണ്ട്. ഗൈസ് അപ്പൊ 4 റൗണ്ട് വരെ നമ്മൾ നിക്കണം. അതിന് നമ്മൾ നേരെ കംബാക്ക് കളിയാൻ എടുക്ക. ഓക്കെ അവൻ സൂം ചെയ്തിട്ട് നമ്മളെ 1 ടാപ്പ് അതിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന് 1 കാലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവൻ നേരെ സൂം ചെയ്ത് നമ്മളെ കൊല്ലുന്നതായിരിക്കും. ഓക്കെ അടിച്ചു, അത്രയുള്ളൂ. അപ്പോൾ ഗേസ് വീണ്ടും അവൻ നമ്മളെ കൊന്നിട്ടുണ്ട്. നമ്മള് കംബാക്ക് ഉണ്ട് ഗേസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യ ഗേസ്. കംബാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ റൗണ്ട് 3 അങ്ങനെ വീണ്ടും നമുക്ക് അടുത്ത റൗണ്ട് കാലൊക്കെ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കാനും. അപ്പൊ നിങ്ങൾ ലൈക്ക് കാലൊക്കെ അടിച്ചോളൂ. നമുക്ക് വേണമെങ്കിൽ FFന്റെ വേറെ നമുക്കൊക്കെ ചലഞ്ച് കാലൊക്കെ നമുക്ക് കൊണ്ടുവരാട്ടാ. അപ്പൊ UMP കാലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പൊ വന്ന് അവൻ ഫ്രണ്ട് ആവാൻ നോക്കണു. ഓ അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഫ്രണ്ട് ആവാൻ വേണ്ടി ആയിരിക്കും ഞാൻ അങ്ങനെ നിക്കണെന്ന്. പക്ഷെ അവൻ വേറെ നമ്മുടെ ഉദ്ദേശം വേറെയാണ്. അപ്പൊ അവൻ എന്നിട്ട് അവിടെ ചെയ്യുന്നു കേട്ടാ ഗേസ്. ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് തോന്നുന്നു കേട്ടാ. എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഇമോട്ട് ഇട്ട് ഗേസ് അവൻ. എനിക്ക് ആ സൗണ്ട് കിട്ടി. എനിക്ക് അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത കാരണം കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സോണി വിളിച്ചാവില്ല. അവസി കില്ലെടുക്കും അങ്ങനത്തെ ആളാ. അങ്ങനെ കേസ് അപ്പൊ അവന് 3 കാലേക്ക് ആയിട്ടുണ്ട് കേട്ടാ. റൗണ്ട് 4 ആയിണ്ട്. അങ്ങനെ അവൻ ഈ കില്ല് അവൻ എടുക്കറാകില്ലേ. നീ അടുത്തൊന്ന് ഹെഡ് ഷൂട്ട് അടിയാണോ 1 ടാപ്പ് അടിയാണോ എനിക്ക് തോന്നി. എനിക്ക് അറിയായിരുന്നു കേസ്. ഗേസ് അപ്പൊ 4 റൗണ്ട് ഉണ്ട് കേസ്. ഇനി നമ്മളെ കംബാക്ക് നിങ്ങൾ കാണാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് 5 ആണ് കേസ്. മാച്ച് പോയിന്റ് ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். രോമാഞ്ചൊക്കെ വരുന്നു ഗേസ്. ഓക്കെ നമ്മളിത് MH ഒക്കെ എടുത്ത് പൊളിക്കാൻ പോവാട്ടോ ഗേസ്. അവന് മനസ്സിലായി തോന്നുന്നു കേട്ടോ ഗേസ്. നമ്മള് ഇവിടെ ലാസ്റ്റ് റൗണ്ട് കംബാക്ക് അടിക്കാണ് ഗേസ്. അപ്പൊ നമ്മള് വൂക്കോമ കാലി കിട്ടുന്നുണ്ട്. അത്ര ഉള്ള കേസ് നമ്മൾ അടിച്ചാണ് കിട്ടുന്നുണ്ട് കേസ്. അപ്പൊ 4-1-4 കേസ്. അപ്പൊ അത്രയുള്ള കേസ്. അപ്പോൾ 1-4 വിലയ്ക്ക് ഉണ്ട്. റൗണ്ട് 6 വിലയ്ക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞ കേസ്. ഇനി നമുക്ക് ഇതിലേതെങ്കിലും കില്ലെടുത്ത കേസ് നമ്മൾ പറയണ്ടല്ലോ കേസ്. ചലഞ്ച് ആസ്പെക്റ്റ് അല്ല കേസ്. ഫെയിൽഡ് ആവും കേസ്. ഓക്കെ അത്രയുള്ള കേസ്. അപ്പൊ കയറിണ്ട് ഒന്നുകൂടി. ഓ കേസ് ഗ്ലൂവാളുണ്ട്. നല്ലത് കിട്ടി. എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗേസ്. ഗ്രനേഡ് എടുത്ത് കയറിയാം. ഓ ഗേസ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെണ്ട് വിലക്ക് ഇടാട്ടാം. അവൻ വരുന്നില്ലാന്ന് തോന്നുന്നു കേട്ടാ. ഇങ്ങനെ ഓ ഗേസ് അവൻ മറ്റേ ഗ്രനേഡ് തീർന്നു ഗേസ്. നമുക്ക് കറങ്ങി പോയി അടിക്കാം. അവന്റെ കറങ്ങി പോയി 2 തല പിടിക്കാം ഗേസ്. അവൻ ഗ്ലൂ അവിടെ ഉണ്ടാവും കേട്ടാ. വാ അത്ര ഉള്ളു ഗേസ്. നമ്മളത് അടുത്ത കയ്യിലാണ് എടുത്തിട്ടുണ്ട്. 2-4 കേട്ടാ ഗേസ്. പോളി കേസ്. അത്ര ഉള്ളു. റൗണ്ട് 7 കാലൊക്കെ ഉണ്ട്. ഇതില് ഞാൻ ചിലപ്പോ ഔട്ട് ആവട്ടെ കേസ്. ഇത് വെച്ച് ഞാൻ കളിക്കാനൊന്നും അറിയില്ല. ആണാലും കേസ് കുത്തി പിടിച്ചാലും എടുക്കാൻ പറ്റാ നോക്കട്ടെ. ഓക്കെ കേസ്. അവ അവിടെ ഇരുന്നൂട്ടാ ഭാഗ്യമുണ്ട് കേസ്. ഇപ്പൊ ഗ്രനേഡ് എടുത്ത് അറിയാട്ടോ കേസ്. അവന് കുറച്ച് ലൈഫ് വിലയും പോട്ടെ, HP വിലയും പോട്ടെ. കേസ് അവന് കൊണ്ടില്ല കേസ്. അപ്പൊ എല്ലാം ഗ്രനേഡ് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിൽ ഗ്ലൂ വാൾ മാത്രമുള്ള കേസ്. അപ്പൊ വൂക്കോം കാലൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്ക് പെറ്റിക്കാം. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് അവൻ അത്ര ഉള്ള കേസ്. കേസ് അപ്പൊ ഓരോട് കൊണ്ടാവില്ല. നേരെ പോയി ഓടി പോയി അടിക്കട്ടെ കേസ്. അവ
ഇമോട്ടൊക്കെ അവിടെ ഇട്ടുണ്ട് കേട്ടാ. അതൊന്നും സീനൊന്നല്ല കേസ്. അപ്പൊ ഒരടി അത്ര ഉള്ളോ കേസ്. നമ്മളിപ്പോ 3-4 കേട്ടാ. ഓൺ പവറാണ് പവർ. അങ്ങനെ വിക്ടറി അല്ലെങ്കിൽ അതിന് റൗണ്ട് 8 കളിയുണ്ട് ഗൈസ്. അപ്പൊ ഇത് 3-4 ഗൈസ്. അപ്പൊ നേരെ ഇനി പട്ടയ്ക്കാണ് എവിടെ ഗൈസ്. അവിടെ ഒളിച്ചിട്ടുണ്ടാവും. നേരെ വിട്ടോക്കാം ഗൈസ്. ഇത് റൈറ്റില് അത്ര ഉള്ളു ഗൈസ്. അപ്പൊ ഇവൻ കളിന്നൊന്ന് നിർത്തിന്നുണ്ട് ഗൈസ്. അപ്പൊ തലടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മള് പ്രാങ്ക് ചെയ്യുന്നതാണോ ഇവൻ 4 നേരം കഴിഞ്ഞ് അവന് കളി എടുക്കാൻ എനിക്ക് അറിയില്ല കേട്ടാ. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഇത് 4-4 ഞാൻ ഓൺ പവറാണ് ഗൈസ്. അപ്പോൾ നമ്മള് ഈ പ്രാവശ്യം അവന്റെ നമ്മള് 1 ടാപ്പ് അടിക്കാൻ മാക്സിമം ഒന്ന് നോക്കാട്ടെ ഗൈസ്. 4-4 ഗൈസ്. കംബാക്കാണ് ഗൈസ്. ഇതിലും കില്ലെടുത്ത ഗൈസ് നമ്മള് കംബാക്കാട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് അവൻ നെറ്റ് പോയതുകൊണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കുറച്ചേരം നമുക്ക് നിക്കാം. അവൻ വരട്ടെട്ടാ. എനിക്ക് തോന്നുന്നുണ്ട് അവൻ നെറ്റ് പോയതാണോ അവൻ വെറുതെ കളിക്കാന്നോ എനിക്കറിയില്ല കേട്ടാ ഗൈസ്. അവൻ സോണ് കളിക്ക് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അവനെ തലടിച്ച് പൊളിക്കാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചേരം വാമപ്പ് ആവട്ടെ. ഗൈസ് അവൻ അനിങ്ങറ നീ ഗൈസ്. ഇത് അങ്ങോട്ട് പോണ്ട്. അവൻ ഡ്രോപ്പ് ചെയ്താണോ എനിക്ക് അറിയില്ല കേട്ടാ ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് ഗ്ലൂ വാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും സീനില്ല ഗൈസ്. നമ്മുടെ AW അടിച്ച് പൊളിച്ചിട്ടുണ്ട് എംഎച്ച് കൊണ്ട്. അടിച്ചില്ല അന്നേരം ഗൈസ്. അപ്പൊ ഭൂരികാലൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇതുപോലത്തെ ചലഞ്ച് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ്. അപ്പൊ ഗൈസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.